ടി.പി. വധക്കേസിലെ പ്രതി പി.കെ. കുഞ്ഞനന്ദന്റെ ഭാര്യ വി.പി. ശാന്ത സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. കേസിൽ കുഞ്ഞനന്ദൻ കുറ്റക്കാരനാണെന്ന ഹൈക്കോടതി വിധിക്കെതിരെയാണ് ശാന്തയുടെ ഹർജി. കുഞ്ഞനന്ദൻ മരിച്ചതിനെ തുടർന്ന് വിചാരണ കോടതി വിധിച്ച 1 ലക്ഷം രൂപ പിഴ ശാന്തയിൽ നിന്ന് ഈടാക്കാനും ഉത്തരവിട്ടിരുന്നു. ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലു, ഇന്നിപ്പം ടി.പി. കേസിലെ മറ്റ് 6 പ്രതികൾ സുപ്രീം കോടതിയിൽ പോയത് നമ്മൾ കണ്ടു. ഇതിപ്പം ഈ കുഞ്ഞനന്ദന്റെ ഭാര്യയുടെ ആവശ്യം എന്താണ്? ആര്യ, ഈ കേസിൽ, അതായത് ടി.പി. വധക്കേസിലെ 13ാം പ്രതിയായിരുന്നു പി.കെ. കുഞ്ഞനന്ദൻ. പി.കെ. കുഞ്ഞനന്ദന് ഈ വിചാരണ കോടതി ഈ ജീവപര്യന്തം തടവ് ശിക്ഷയും 1 ലക്ഷം രൂപയുടെ പിഴയും വിധിച്ചിരുന്നു. ഈ വിചാരണ കോടതിയുടെ വിധിക്കെതിരായ അപ്പീൽ കേരള ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോഴായിരുന്നു 2020-ൽ ഈ പി.കെ. കുഞ്ഞനന്ദൻ മരിക്കുന്നത്. തുടർന്ന് കേരള ഹൈക്കോടതി ഈ കേസിൽ വി.പി. ശാന്തയെ, അതായത് കുഞ്ഞനന്ദൻ്റെ ഭാര്യ വി.പി. ശാന്തയെ കക്ഷി ചേർക്കുകയും ഈ കുഞ്ഞനന്ദൻ കുറ്റക്കാരനാണെന്ന വിചാരണ കോടതി വിധി ഈ കേരള ഹൈക്കോടതിയുടെ വിധിയിൽ ആവർത്തിക്കുകയും ചെയ്തു. തുടർന്ന് ഈ 1 ലക്ഷം രൂപ പിഴ ഈ ശാന്ത നൽകണമെന്നായിരുന്നു കേരള ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നത്. വിചാരണ കോടതി പറഞ്ഞിരുന്നത് ഈ 1 ലക്ഷം രൂപയുടെ പിഴ കുഞ്ഞനന്ദന് അടയ്ക്കുന്നില്ല എങ്കിൽ 2 വർഷം കൂടി തടവ് ശിക്ഷ അനുഭവിക്കണം എന്നതായിരുന്നു. ഈ ഹൈക്കോടതി ഇക്കാര്യം, അതായത് ശാന്തയോട് ഈ പിഴ അടയ്ക്കണമെന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് ഇപ്പോൾ ശാന്ത സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ശാന്ത പറഞ്ഞിരിക്കുന്നത് ഈ കേസിലെ 13ാം പ്രതിയായിരുന്ന പി.കെ. കുഞ്ഞനന്ദൻ തികച്ചും നിരപരാധിയാണ്. അദ്ദേഹം ഈ കേസിൽ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറ്റക്കാരനാണെന്നുള്ള ഹൈക്കോടതിയുടെ കണ്ടെത്തൽ റദ്ദാക്കണമെന്നും പിഴ താൻ അടയ്ക്കണമെന്ന നിർദ്ദേശം, ഹൈക്കോടതിയുടെ നിർദ്ദേശം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ശാന്ത ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഈ കേസിലെ മറ്റ് 8 പ്രതികളും, അതായത് 8 ശിക്ഷ അനുഭവിക്കുന്ന 8 കുറ്റവാളികളും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അതിൽ 6 പേർ സമീപിച്ചിരിക്കുന്നത് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്കെതിരായ ഹൈക്കോടതി വിധിച്ച ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്കെതിരെയാണ്. അതിൽ കിർമാണി മനോജ്, അതുപോലെ തന്നെ കൊടുസുനി, ഷാഫി തുടങ്ങിയ 6 പ്രതികളും അതുപോലെ തന്നെ മറ്റ് 2 പേർ, അതായത് 2 പേരെ കെ കൃഷ്ണനെയും അതുപോലെ തന്നെ ജ്യോതിബാബുവും കുറ്റക്കാരല്ല എന്ന് നേരത്തെ വിചാരണ കോടതി കണ്ടെത്തിയിരുന്നു. അവർക്ക് 2 പേർക്കും ഹൈക്കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. ആ ശിക്ഷയ്ക്കെതിരെ ആ 2 പേരും, അതായത് ഇരട്ട ജീവപര്യന്തം വിധിച്ചതിനെതിരെ 6 കുറ്റവാളികളും ഈ ഹൈക്കോടതി വിധിച്ച ജീവപര്യന്തം ശിക്ഷയ്ക്കെതിരെ 2 കുറ്റവാളികളും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അങ്ങനെ 9 ഹർജികളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ എത്തിയിട്ടുള്ളത്. ആര്യ.